പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ ആചരണമാണ്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഈ ലോകത്തിലൂടെ കടന്നുപോയി സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഈശോ കടന്നു പോയതുപോലെ ഞാനും നിങ്ങളും ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളിൽ എന്ത് ചെയ്യണം എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഈ പെസഹാ ദിനത്തിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്, നമ്മളൊന്ന് ഓർക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. 2, ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചു. 3, കാല് കഴുകൽ. പൗരോഹിത്യം എന്തിനാണ് ഈശോ സ്ഥാപിച്ചത്? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ലീഡ് ചെയ്യാൻ ആരെങ്കിലും വേണം, വഴി കാണിച്ചു തരാൻ ആരെങ്കിലും വേണം. അപ്പൊ പൗരോഹിത്യം എന്തിനു വേണ്ടിയാ? മുൻപേ നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽക്കാര് ജോർദാൻ കടക്കണമായിരുന്നു. അവർ ജോർദാൻ കടക്കുന്നതിന് വേണ്ടി ഈശോ അവരോട് എന്താ ചെയ്തത്? പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ വാഗ്ദാനം എടുത്തുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ നടക്കുക. അപ്പോൾ ഒരു പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവനാണ്. ആ പൗരോഹിത്യത്തിന്റെ പവറിലൂടെയാണ് അവൻ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ധൈര്യപൂർവ്വം പുരോഹിതനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് പൗരോഹിത്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, പുരോഹിതരില്ലാതെ ഇന്ന് സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പുരോഹിതനില്ലെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാന കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പുരോഹിതനെ നമ്മൾ ഇന്ന് കുറ്റപ്പെടുത്തി, അവർക്കുണ്ട് കുറവുകളും പോരായ്മകളുമുണ്ട്, പക്ഷേ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു മനസ്ഥിതി നമുക്ക് മാറ്റിക്കളയാം. പിന്നെയോ നമുക്ക് അവരുടെ അപ്പന്മാരായിട്ട് മാറാം, നമുക്ക് അവരുടെ ചേട്ടന്മാരായിട്ട് മാറാം, നമുക്ക് അവരുടെ അനുജന്മാരായിട്ട് മാറാം. നമ്മളിൽ ഒരുവനായി അവനെ കണ്ടുകൊണ്ട് സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അർപ്പിക്കാനും നമുക്ക് സാധിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ മുമ്പിലുള്ള പൗരോഹിത്യം തിളങ്ങുന്ന പൗരോഹിത്യമായിട്ട് മാറും. പുരോഹിതർക്ക് ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്, അവർക്ക് ഏകാന്തതയുണ്ട്, അവർ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവർ മനുഷ്യരാണ്, തളരുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പുരോഹിതരെ നമ്മൾ സ്നേഹിക്കുകയും പൗരോഹിത്യത്തെ നമ്മൾ വിലമതിക്കുകയും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറാം. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആത്മശക്തി വേണം. ഭക്ഷണം കഴിച്ചാൽ മാത്രം നമുക്ക് കരുത്ത് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? വിശുദ്ധ കുർബാന സ്ഥാപിച്ചു തന്നു. എന്താ വിശുദ്ധ കുർബാന? നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ആത്മാവിൻ്റെയും ഭോജനമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ദൈവകാരുണ്യമുള്ള ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നില്ലേ, ഒരിക്കൽ ഏലിയ പ്രവാചകൻ അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രവാചകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകന് ഒരിക്കൽ തളർന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ മടുത്തു, ഇനി എത്ര കാലമായി മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് മരിക്കണം. പ്രവാചകന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞത് എന്താണ്? പ്രവാചക, മരിക്കാൻ സമയമായിട്ടില്ല, ഈ പ്രശ്നങ്ങളെ നിനക്ക് അതിജീവിക്കണമെങ്കിൽ പ്രവാചകനോട് പറഞ്ഞു, ചുടുകല്ലിൽ ചുട്ടുവെച്ചിരിക്കുന്ന ചൂടപ്പവും ജലവും കുടിക്കുക, അപ്പോൾ നിനക്ക് കരുത്ത് കിട്ടും. പ്രവാചകനെ വീണ്ടും ഉണർത്തി എണീപ്പിച്ചു. പ്രവാചകൻ ചുടുകല്ലിൽ ചുട്ടുവെച്ചിരിക്കുന്ന ചൂടപ്പവും ജലവും കുടിച്ചു. പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധ കുർബാനയായിരുന്നു. ആ വിശുദ്ധ കുർബാനയുടെ പവർ കൊണ്ട് ഈ മരിക്കാൻ തുടങ്ങിയ പ്രവാചകൻ 40 വർഷക്കാലം യാത്ര ചെയ്ത് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി. പ്രിയപ്പെട്ടവരെ, അടുത്ത 2 രാജ്യത്തിലെ രാജാക്കന്മാരെ വാഴിച്ചു. ഏലീശുവായെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ ഒരു വിശുദ്ധ കുർബാനയുടെ പവർ നോക്കിക്കേ. അപ്പൊ അതുകൊണ്ട് നമുക്കിനി വിശുദ്ധ കുർബാനയുടെ ഭക്തരായിട്ട് നമുക്ക് മാറണം. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം, വിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കണം, അത് സ്വീകരിച്ച് വിശുദ്ധ കുർബാനയുടെ പവർ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരായിട്ട് മാറണം. മൂന്നാമത്തെ കാര്യം, ഈശോ കാല് കഴുകൽ ശുശ്രൂഷ. എന്തിനാ കാല് കഴുകൽ? പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവുമെന്നൊക്കെ വിളിക്കുന്നു, എന്നാൽ നിങ്ങളുടെ പാദം ഞാൻ കഴുകിയെങ്കിൽ നിങ്ങളും ഇതുപോലെ പാദങ്ങൾ കഴുകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാടയൊക്കെ മാറ്റണം, ഈഗോയൊക്കെ മാറ്റണം, ഞാനെന്ന ഭാവമൊക്കെ മാറ്റണം. ഇന്ന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെയുള്ള വലിയ ചിന്ത എന്താ? ആരാ വലുത്? ആരിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്? ഇന്ന് ആരാണ് വലുത്? എങ്ങനെയെങ്കിലും വലുതാകണം എന്നുള്ള ചിന്തയോടുകൂടെയാ ഇന്ന് ജീവിക്കുക. അപ്പൊ അവർക്ക് ഈശോ പറയുന്നത്, ഞാൻ കാല് കഴുകി കാണിച്ചു തന്നില്ലേ, ഇതുപോലെ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലൂടെ നമുക്ക് കടന്നു പോകണമെങ്കിൽ 1, പൗരോഹിത്യത്തെ സ്നേഹിക്കണം,
വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. കാല് കഴുകുന്ന മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ ഈ ലോക ജീവിതം ഒരിക്കലും ഒരു പ്രശ്നങ്ങൾ നിറഞ്ഞതാവില്ല. പിന്നെയോ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ കരുത്തും ശക്തിയും നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.